അങ്ങനെ നമ്മുടെ ദില്ലി മുഖ്യമന്ത്രിയായി അതിഷി മർലേന വന്നു. അപ്പോൾ അതിഷി മർലേനയുടെ മാതാപിതാക്കൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത ഒരാളെ നിരുപാധികം വിട്ടയക്കണം, വധശിക്ഷ ഒഴിവാക്കി വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട്, ഈ പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, സാറ് പറയുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാത്തതാണ്, ആ ആളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് മെഴ്സി പെറ്റീഷനുമായി രാഷ്ട്രപതി വരെ കണ്ടവരാണ്. അതെ, അതായത് അങ്ങനെ ആദിഷിയുടെ ഗുരുവാണ് അഫ്സൽ ഗുരു. ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച ഭീകരനാണ് അയാൾ. ഭീകരൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് തലസ്ഥാന നഗരിക്ക് മുഖ്യമന്ത്രി. 2013 പല പ്രൊഫസർമാരും ഇങ്ങനത്തെ ആക്ടിവിസം, കാരണം UGC ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, ബാക്കി പിന്നെ ദേശവിരുദ്ധ പ്രവർത്തനം എല്ലിനിടെ കയറുമല്ലോ, ബോണസായിട്ട് ഇത് നടത്തി കൊടുക്കുകയാണ് രാഷ്ട്രത്തിന്. ഹാനി ബാബു, ഇങ്ങനെ പല പ്രൊഫസർമാരെയും കേട്ടിട്ടുണ്ടല്ലോ. 2013 അഫ്സൽ ഗുരുവിനെ വിട്ടയക്കാൻ വേണ്ടി ദയാഹർജിയിൽ ഒപ്പിട്ടത് ഇവർ ഡൽഹി സർവകലാശാല പ്രൊഫസർമാർ വിജയ് സിംഗ്, തൃപ്ത വാഹി. അതാണ് ആദിഷിയുടെ അച്ഛനും അമ്മയും. വിജയ് സിംഗ് അച്ഛൻ, തൃപ്ത വാഹി അമ്മ. അവർ രണ്ടുപേരും പ്രൊഫസർമാരാണ്. അവർ ഏതു തരം പ്രൊഫസർമാരാണെന്ന് ആദിഷിയുടെ പേരിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് അറിയാം. മർലേന, മാർസ്, ലെനിൻ, അത് രണ്ടും ചേർത്തിട്ടാണ് മകൾക്ക് തന്നെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ വരവ്, ഉറവ, ഇതൊക്കെ ഉറവിടം ഒക്കെ അറിയാൻ പറ്റും. ശരിക്കും രജപുത്ര പഞ്ചാബി കുടുംബമാണത്. വഴിപിഴച്ചു പോയ. അതെ. 2018 മർലേന ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നതൊക്കെ മട്ടിലൊക്കെ ഇതിൽ നിന്ന് ഈ അഫ്സൽ ഗുരു മറ്റേ രാഷ്ട്രീയ രംഗത്തിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മർലേന എന്നുള്ള പേര് അവർ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് അറിയിച്ചിരുന്നു. ഇനി എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കണ്ടെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ പറയുമ്പോഴും അത് കാണുന്നുണ്ട്, രേഖകളിൽ നിന്ന് മാറ്റാത്തത് കൊണ്ടായിരിക്കും. ആ സമയത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവർ ചെയ്തത്. ഇവർ സെൻറ്റ് സ്റ്റീഫൻസ്, ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. തൂക്കിക്കൊല്ലരുത് അഫ്സൽ ഗുരുവിനെ എന്നാണ് അന്ന് ദയാഹർജിയിൽ അവർ ആവശ്യപ്പെട്ടത്. അയാൾ നിരപരാധിയാണ് അഫ്സൽ ഗുരു. തൂക്കിക്കൊല്ലരുത്, വെടിവെച്ച് കൊല്ലണമെന്നായിരിക്കുന്നു. ആണോ? ഞങ്ങൾ തോക്ക് തരാം എന്നുള്ളതായിരിക്കും. ഏത് മറ്റേ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തോക്കില്ല, മറ്റേ വേറെ വെടിയുണ്ട ഒക്കെ ആയിരിക്കും. ഏത് മരിക്കാത്ത വെടിയുണ്ടകൾ, റബ്ബർ ബുള്ളറ്റോ. രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു അയാൾക്കെതിരെ നടന്നത് എന്ന് പറഞ്ഞു. അന്ന് പഴയൊരു വീഡിയോ ഇപ്പോഴും കാണാം. ഇവരുടെ അമ്മ തൃപ്ത വാഹി പറയുകയാണ്, ഈ അഫ്സൽ ഗുരുവിനെതിരായ ശിക്ഷ റദ്ദാക്കണം, ഈ സംഭവത്തിനെപ്പറ്റി മൊത്തം പാർലമെൻറ്റ് തന്നെ അന്വേഷിക്കണം എന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് കൊടുത്ത ദയാഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. പഴയ വീഡിയോയിൽ അമ്മ പറയാണ്, അഫ്സൽ ഗുരുവിനെ നിങ്ങൾ ബലിയാടാക്കിയതിൽ എനിക്ക് അതൃപ്തിയുണ്ട്. സ്കേപ്പ് ഗോട്ടാണ് അഫ്സൽ ഗുരു. ഇവിടുന്ന് നിന്ന് ഈ വിവരം കിട്ടുന്നു. സ്വന്തമായ അന്വേഷണ ഏജൻസിയൊക്കെ കാണും. അത് കാണുമായിരിക്കും. ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ വെച്ച് ചെയ്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒരു ഡമ്മി മുഖ്യമന്ത്രിയായിട്ടാണ് ഈ സ്വാതി മാലിവാളിനെ പോലുള്ള ആളുകൾ കരുതുന്നത്. ഈ ആദിഷി 2019 അമർ ഉജാലയിലൊരു അഭിമുഖം കൊടുത്തിരുന്നു. അതിലിത് അവർ തള്ളിക്കളയുന്ന പോലെ പറഞ്ഞിരുന്നു. അമ്മയും അച്ഛനും പറഞ്ഞില്ല എന്നല്ല, പറഞ്ഞിരുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷെ മാതാപിതാക്കളുടെ രാഷ്ട്രീയ തീരുമാനത്തിന് ഞാൻ ഉത്തരവാദിയല്ല, അവർക്ക് ശരി ഏതെന്ന് തീരുമാനിക്കാനായിട്ട് നല്ല കഴിവുള്ളവരാണ് അവർ എന്ന് പറഞ്ഞാൽ ഇതും ശരിയാണെന്നാണ്. ഞാൻ അന്ന് അതിനെ അനുകൂലിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഒഴിയാണ് അവർ ഇതിൽ നിന്ന് ചെയ്തത്. എന്തായാലും അവർ ആ കാലത്ത് ഇതിൻ്റെ കൂടെ നിന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ചോദിച്ചത്. ഇയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരപ്രവർത്തകനായിരുന്നു അഫ്സൽ ഗുരു. അയാൾ ബാരാമുള്ളയിൽ സോപ്പോർ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഭീകരന്മാർ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നുഴഞ്ഞു കയറി ഇപ്പോഴും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അഫ്സൽ ഗുരുവിൻ്റെ നാട്, ഈ സോപ്പോർ, ബാരാമുള്ള. കുട്ടിക്കാലത്തെ അയാളുടെ ബാപ്പ മരിച്ചു പോയിരുന്നു. മെഡിക്കൽ കോളേജിൽ MBBS ആദ്യത്തെ കൊല്ലം പഠിക്കുമ്പോൾ പഠനം നിർത്തി. എന്നിട്ട്
പഴക്കച്ചവടം തുടങ്ങി അവിടെ നാട്ടിൽ. ആ സമയത്ത് അനന്ത്നാഗിൽ നിന്നൊരു താരിഖ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. ആ താരിഖ് ഇയാളെ എങ്ങനെയാണ് ജിഹാദ് നടത്തുക എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് മുസാഫറാബാദിലെ POK പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിലേക്ക് പോയി. ഇയാൾ JKLF-ൽ ചേർന്നു, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൽ ചേർന്നു. ഇയാൾ എന്നിട്ട് തിരിച്ചു വന്നിട്ട് സോപ്പോറിൽ 300 ഭീകരരുടെ അല്ലെങ്കിൽ പിള്ളേരുടെ എന്നൊക്കെ പറയാം ഭീകര കുട്ടികളുടെ നേതാവായി നാട്ടിൽ. പക്ഷേ തിരിച്ചു വന്ന് ഡൽഹിയിൽ വന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1993-94 ഇയാൾ ബിരുദം നേടി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഏത് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന സ്ഥലം. ഈ അഫ്സൽ ഗുരു ആദിഷയുടെ ഗുരുവാണെങ്കിൽ അഫ്സൽ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് ആ മാതാപിതാക്കൾ. അഫ്സൽ ഗുരുവിന് വേറൊരു പരിചയം അവിടെ ഗുരു ഉണ്ടായിരുന്നു, ഗീലാനി, ബെസ്റ്റ് അടുത്ത ആള്. പിന്നെ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഈ സഹോദരനും ഗീലാനിയുടെ ഇയാളുടെ ആളായിരുന്നു. 1993-94 BSF-ന് കീഴടങ്ങി, നല്ല കുട്ടിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഏരിയ മാനേജറായി ഡൽഹിയിൽ. അതൊക്കെ വെറുതെ ഈ ഒരു പുകമറിയാ, പുറകിൽ മറ്റേ പണിയൊക്കെ തന്നെയാണ്. 2001 ഡിസംബർ 13 ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നു. ഇതൊക്കെ എന്നിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കേന്ദ്രം, മറ്റേ പാർലമെൻറ്റ്, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ബോർഡ്, പാർലമെൻറ്റിൻ്റെ ലേബല്, ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കാറിലാണ് പാർലമെൻറ്റ് ആക്രമിച്ചത്. കാരണം അങ്ങോട്ട് കയറണമല്ലോ. കൃഷ്ണകാന്തിൻ്റെ കാറിൻ്റെ അവിടെ പോയി ആക്രമണം നടത്തി. അന്ന് ഉപരാഷ്ട്രപതിയായിരുന്നേ. 30 മിനിറ്റോളം വെടിവെപ്പ് വേണ്ടി വന്നു. ഇതുങ്ങളെ അത്രയും ഫോഴ്സ് ഉണ്ടായിരുന്നു. 9 പേര് കൊല്ലപ്പെട്ടു. ആ 9 പേരിൽ നമ്മുടെ സുരക്ഷാ ഭടന്മാരാണ് 8 പേര്. ഒരാൾ ഗാർഡിനറാ, പാർലമെൻറ്റിലെ തോട്ടക്കാരൻ. 5 പ്രതികളെ കൊന്നു അന്നവിടെ. അത് കഴിഞ്ഞുള്ള അന്വേഷണത്തിലാണ് ഗുരു, അയാളുടെ കസിൻ ഷൗക്കത്ത് ഹുസൈൻ ഗുരു കസിൻ, അയാളെയൊക്കെ പിടിക്കുന്നത്. ഷൗക്കത്തിൻ്റെ ഭാര്യ അഫ്സാനെ പിടിച്ചു. ഈ അഫ്സാൻ എന്ന് പറയുന്നവർ അതിനു മുമ്പ് പഞ്ചാബി സ്ത്രീയാണ്, നവ്ജോത് സന്ധു എന്നായിരുന്നു പേര്, മതം മാറിയതാണ്. SAR ഗീലാനി, അറബിക് ലെക്ചറായിരുന്നു ഗീലാനി ഇവിടെ തന്നെ. ആ ഗീലാനിയും ഇതിൻ്റെ അകത്ത് പ്രതികളായിട്ട് പിടിച്ചു. എന്നിട്ടാണ് പാർലമെന്റ് ആക്രമണമല്ലേ, തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കല്ലാതെ എന്താണ് തെളിവുണ്ട്? ആ പാർലമെന്റ് ആക്രമണം നമ്മൾ വിചാരണ നടത്തി, അതിൻ്റെ അപ്പീൽ പോയി, പിന്നെ സുപ്രീം കോടതിയിലെത്തി, ദയാഹർജി പോയി, എല്ലാ ലീഗൽ പ്രോസസ്സും പാലിച്ചിട്ടാണ് കഴിവേറ്റിയത്. അപ്പോൾ അത് രാഷ്ട്രം കൊന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സൈന്യം പിടിച്ച് വെടിവെച്ച് കൊന്നൊന്നുമല്ല. വിചാരണ നടത്തി, ജില്ലാ കോടതി, സെഷൻസ് കോടതി മുതൽ വിചാരണ നടത്തി, അവിടെ ശിക്ഷിച്ച് ഹൈക്കോടതി പോയി. വിചാരണ നടക്കുമ്പോഴൊക്കെ ഈ പ്രൊഫസർമാർ കൂടെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അതെ, അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആളാണല്ലോ. ഇതൊക്കെ JNU-ൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ JNU-ലും DU-ലൊക്കെ ഇതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ഇപ്പോഴാണല്ലോ ഒന്ന് വെടിപ്പാക്കി വരുന്നത്. ഏതായാലും ദില്ലി മുഖ്യമന്ത്രിക്ക് അഭിമാനിക്കാം, ആരാധ്യ പുരുഷൻ അഫ്സൽ ഗുരുവാണ് എന്ന് പറയുന്നതിൽ. പക്ഷെ നമുക്ക് രാജ്യത്തിന് അഭിമാനകരമല്ല. അതിൻ്റെ പോക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡമ്മി മുഖ്യമന്ത്രിയാണെന്ന്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ സ്വാതിയായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്വാതി ആകുമായിരുന്നു മുഖ്യമന്ത്രി അല്ലേ? അവർ പക്ഷേ MP ആയിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആക്കാവുന്നത് മനീഷ് സിസോദിയെയോ മറ്റേ ഭരദ്വാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ. അങ്ങനെ ചില ആളുകളെയാണ് ശരിക്കും അദ്ദേഹത്തിന് ആഗ്രഹം ഭാര്യയാക്കുക എന്നുള്ളതായിരുന്നു. അത് പാർട്ടി ചിലപ്പോൾ പിളരും, പാർട്ടി പിളരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഇതിലേക്ക് പോയത്. ഇതിപ്പോൾ ഇനിയും കെജ്രിവാളിന് ജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ആദിഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അയാൾ വിചാരിച്ച പോലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല. അല്ല, അയാൾ വിചാരിച്ചില്ല. അയാൾ വിചാരിച്ചാലേ തിരഞ്ഞെടുപ്പ് നടക്കൂ. അയാൾ വിചാരിച്ചിട്ട് കെജ്രിവാൾ വിചാരിച്ചാലേ തിരഞ്ഞെടുപ്പ് നടക്കുള്ളൂ. കെജ്രിവാൾ പറയണം
ഇനി ഞങ്ങളുടെ മന്ത്രിസഭ രാജിവെക്കുകയാണ്, അതുകൊണ്ട് നിയമസഭ പിരിച്ചുവിടണമെന്ന് ശുപാർശ ചെയ്താലേ നടക്കുള്ളൂ. ചെയ്യണം. അല്ല വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് മഹാരാഷ്ട്രയുടെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ്. അങ്ങനെ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്താൽ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല ഡൽഹി. ഡൽഹിയുടെ ആക്ട് വേറെയാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അതനുസരിച്ചിട്ട് ലഫ്റ്റനന്റ് ഗവർണർ തീരുമാനിക്കും. കേന്ദ്ര ആഭ്യന്തര വകുപ്പിനോട് പറയണം. കേന്ദ്രമാണ് അതിൽ തീരുമാനമെടുക്കുന്നത്. അതെ അതെ, അതൊന്നും ചെയ്യാതെ വെറുതെ എല്ലാം ഇയാളുടെ ഇത് മുഴുവൻ കാപ്പട്ടോടാ. ഫ്രോഡ്, നമ്മളങ്ങ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഫ്രോഡായിരിക്കുന്ന ഒരാൾ തനിക്ക് പകരക്കാരനായി കണ്ടെത്തുന്ന ആൾ തന്നെപ്പോലെ തന്നെ നല്ല ഫ്രോഡായിരിക്കണം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതെ അതെ, മാനദണ്ഡം. മികച്ച ഫ്രോഡ് ആരാണെന്നുള്ള മത്സരമാണ്. അതെ, അതാണ് വിശ്വസ്തനായ ഫ്രോഡ്, വിശ്വസ്തയായ ഫ്രോഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.